എന്നെ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണെന്ന് പറയുന്ന കുടിക്കകത്ത് ഇറക്കി കിടത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പോകുമ്പോ അതിനകത്ത് ഇതിനെക്കാളും വല്ലാത്ത ഇരുട്ടായിരിക്കുമല്ലോ. ആര് തങ്ങളെ ചോദിക്കുന്നു, ഫാത്തിമ ഇന്ന് നമ്മുടെ അതിരാത്രിയാ, ഇന്ന് നമ്മുടെ മണിയറയാ, ഈ മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാണോ? ഇന്ന് നമ്മുടെ മണിയറയാണെന്ന് പറയുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അവിടെന്ന് പറയുന്നു, അലിയേ മണിയറ വിഭാഗത്തിന്റെ 1ാമത്തെ രാത്രിയല്ല, അതിരാത്രിയല്ലടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകൾ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാ, മണിയറ ഒരുക്കേണ്ടത് ഇവിടെയല്ല, വിഭാഗത്തിന്റെ 1ാമത്തെ രാത്രിയല്ല മണിയറ ഒരുക്കേണ്ടത്. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്ന് അറിയുമോ? 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് കുടുംബക്കാരും നാട്ടുകാരും കൂടെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കുടിച്ചിടുന്ന കബറുണ്ടല്ലോ, ആ കബറിനകത്ത് കിടക്കുന്ന രാത്രിയാണ്. ആ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണാണ് മണിയറയാക്കേണ്ടത്, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. ആ കബറിനകത്ത് വരുന്ന മുൻകറം നക്കീർ എന്ന് പറയുന്ന മലക്കുകളുണ്ടല്ലോ, അവസാനം സലാം പറഞ്ഞ് പിരിയുമ്പോ ആ മലക്കുകൾ പറഞ്ഞു തരണം, ലംകനൗമത്തില്ലാറൂ, പുതിയ പള കിടന്നുറങ്ങുന്നത് പോലെ, പുതിയ പെണ്ണ് കിടന്നുറങ്ങുന്നത് പോലെ ഈ മണിയറക്കകത്ത് കിടന്നുറങ്ങുകയെന്ന് ആ കബറിനകത്ത് വരുന്ന മലക്കുകൾ പറയണം. ആ കബറിനകത്ത് വരുന്ന മലക്കുകൾ പറയണം, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്, അല്ലാതെ വിഭാഗത്തിന്റെ 1ാമത്തെ രാത്രിയല്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളോട് പറയുന്നു, അലിയേ ആ പള്ളിപ്പറമ്പിലാണ് മണിയറ ഒരുക്കേണ്ടത്. അന്നത്തെ രാത്രി മുഴുവനും നിസ്കരിപ്പിച്ച് ഖുർആൻ ഓതിപ്പിച്ചു, അവിടുന്ന് തൗബ ചെയ്യിപ്പിച്ചു, 2 പേരും ഒരുമിച്ചിരുന്ന് ദിക്ർ പറയുകയാ. അതാ പുതിയ പെണ്ണ് തന്റെ ഭർത്താവിനോട് ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച്, ഖബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, ഖബറിന്റെ അദാബിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ, പെണ്ണുങ്ങൾ ഇങ്ങനെയാ, നിന്റെ മുൻഗാമികളായ മഹ്ദിമാർ ഇങ്ങനെയാ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ കളിക്കല്ലേ, തമാശ പറയില്ലേ. റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ സഹാബാ, ഒരു ദിനം നിങ്ങൾക്കും ഇതുപോലെ ഖബർ കുടിക്കപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഖബറിന്റെ ചാരത്ത് പോകും. ആരെങ്കിലൊക്കെ മരിച്ച കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞ് 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് ഖബറടക്കി മണ്ണിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് രാഷ്ട്രീയം പറയും, അവിടെ നിന്നുകൊണ്ട് അവന്റെ കുറ്റം പറയും. ഫോൺ വന്നാ വിളിക്കും, വലിയ കച്ചവടമൊക്കെ ഉണ്ടോടാ, ബിസിനസ് ഒക്കെ ഉണ്ടോടാ, ഭാര്യ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്ന അവിടെ നിന്ന് പള്ളിപ്പറമ്പിൽ നിന്നിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ അറിഞ്ഞിരുന്നെങ്കിൽ, ആ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ നീ അറിഞ്ഞിരുന്നെങ്കിൽ, മന്തി ബിരിയാണി നിന്റെ മുന്നിൽ കൊണ്ടുവച്ചു, മട്ടൻ മന്തി നിന്റെ മുന്നിൽ കൊണ്ടുവച്ച നീ തിന്നുന്നതിന് മുമ്പ് നിലവിളിക്കും, നെഞ്ചത്തടിച്ചിട്ട് നീ കഴിക്കൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രയും ഭയാനകമായിട്ടുള്ള അദാബ. നന്നാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ വയലൊന്നും കേൾക്കണ്ട. നാളെ നട്ടുച്ചയാകുമ്പോ ഒരു 10 മണിക്കോ 11 മണിക്കോ രാത്രി പോകാൻ പേടിയല്ലേ? നാളെ പകൽ എപ്പോഴെങ്കിലും ഇവിടത്തെ പള്ളിപ്പറമ്പിൽ പോയിട്ട് ചുമ്മാതെ ഒന്ന് നിന്ന് നോക്ക്, നിന്റെ തുടി അങ്ങ് തീരും, നിന്റെ അഹങ്കാരം തീരും, നീ ആരൊക്കെയോ ആണെന്നുള്ള തോന്നലുണ്ടല്ലോടാ, സർവ്വതും തീരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖബർ നിന്നോട് സംസാരിക്കും. ഞാൻ ഈ സിറാജ് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നത് പോലെ, എനിക്ക് നാവുള്ളതുപോലെ, നിങ്ങൾക്ക് നാവുള്ളതുപോലെ ഖബറിനും നാവുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാവുണ്ട്, കേൾക്കും സംസാരം. നമ്മളിപ്പോ പള്ളിപ്പറമ്പിൽ പോകുമ്പോ നമ്മൾ കേൾക്കുന്നില്ല, എന്നാൽ കേൾക്കുന്ന ഒരു സമയമുണ്ട്. ഖബർ നമ്മളോട് സംസാരിക്കും, എല്ലാവരോടും, എല്ലാ മനുഷ്യരോടും ഖബർ സംസാരിക്കും. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കി കഴിഞ്ഞപ്പോ എല്ലാരും പോവാ.
ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മാത്രം പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക് നിന്നു. അപ്പൊ കൂടെ വന്നവർ ചോദിച്ചു, തങ്ങളെ വരണില്ലേ? ഇല്ല, നിങ്ങൾ പൊക്കോ. എന്താ ഇവിടെ നിക്കണേ? ഈ മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കരിച്ചു, ഖബറടക്കി, ഇനി എന്തിനാ ഇവിടെ നിക്കണേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പൊക്കോ, എന്നെ ആരും ശല്യം ചെയ്യരുത്, നിങ്ങളൊന്ന് പോ. എല്ലാവരെയും പറഞ്ഞു വിട്ടു. എന്നിട്ട് ഇങ്ങനെ പള്ളിപ്പറമ്പിലൂടെ നടന്ന് 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 ഏറ്റവും പഴക്കം ചെന്ന ഒരു ഖബറിന്റെ ചാരത്ത് ചെന്നു. ഏറ്റവും പഴക്കം ചെന്ന ഒരു ഖബറിന്റെ ചാരത്ത് പോയിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാ, കരയുന്നുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാ. ആ സമയത്ത് ആ ഖബർ ചോദിച്ചു, എന്താപ്പാ കുറെ നേരമായില്ലേ ഇവിടെ വന്നിരിക്കണേ? ആ ഖബർ മഹാനവറുകളോട് ചോദിക്കുകയാ, ഒരുപാട് നേരമായല്ലോ എന്റെ അടുത്ത് ഇരിക്കുന്നത്, എന്റെ ഒന്നും ചോദിക്കാനില്ലേ നിങ്ങൾക്ക്? എന്റെ വയറിനകത്ത് കിടക്കുന്ന മനുഷ്യനെ കുറിച്ചെങ്കിലും ചോദിക്കണ്ടേ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിച്ചു, എങ്ങനെ നിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താ? ആ സമയത്ത് ഖബർ പറഞ്ഞു കൊടുത്തു, മസഖത്തുൽ അഖ്ഫാൻ വശദഖത്തുൽ മുഖലതൈൻ വഅകൽതു ലഹുമാ. കഫൻ തുണി വലിച്ചു കീറും, ഞാൻ കെട്ടിപ്പിടിക്കും. കഫൻ തുണികൾ വലിച്ചു കീറും. കഫം അവന്റെ ശരീരം, അവൻ തിന്നു കൊഴുപ്പിച്ച ശരീരം, ആ ശരീരത്തിന്റെ മാംസങ്ങൾ മുഴുവനും പുഴുക്കൾ തിന്നും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖബറിന്റെ ചാരത്തങ്ങ് തളർന്നു വീണു. കേൾക്കണ്ട, എനിക്ക് കേൾക്കണ്ട. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖബറിന്റെ ചാരത്ത് തളർന്ന് തേങ്ങി തേങ്ങി കരഞ്ഞ് കരഞ്ഞ് തളർന്നു വീണു. ആ ഖബറിന്റെ ചാരത്ത് കിടന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോ ആ ഖബറിന് പോലും സങ്കടം തോന്നിയിട്ട് പറഞ്ഞു, രക്ഷപ്പെടണോ എന്റെ വീടിനകത്ത്? എന്റെ വീടിനകത്ത് രക്ഷപ്പെടണോ? രക്ഷപ്പെടാനുള്ള വഴി പോലും പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ സിറാജ് ഇന്ന് ഈ സമയത്ത് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു, ഖബറിന് നാവുണ്ട്. നിങ്ങൾ പറയും, പോടാ ചങ്ങാതി, കേക്കുവിടാ മോനെ, നിന്റെ മയ്യത്ത് ഇവിടത്തെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുന്ന സമയം ഖബറിനകത്ത് കൊണ്ടുവെക്കുകയൊന്നും വേണ്ട. നിന്റെ ജനാസ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിപ്പറമ്പിലേക്ക് അങ്ങോട്ട് കൊണ്ടിറങ്ങുമ്പോ നീ കേൾക്കും ഖബറിന്റെ സംസാരം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഖബർ നമ്മളോട് പറയും, വാടാ, ഇത്രയും നാളെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്റെ മുകളിൽ കൂടെ നടന്നപ്പോ? എത്രയോ പേരെ നീ പള്ളിക്കുടിയിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടില്ലേടാ? അന്ന് നിന്നോട് ഞാൻ പറഞ്ഞു, എന്റെ അടുക്ക വരുമ്പോ നേരെ ചൊവ്വ വരണം, എന്റെ അടുക്കൽ വരുമ്പോ നീ എന്തെങ്കിലും കൊണ്ടുവരണം. നീ അപ്പ അഹങ്കാരിയെ പോലെ നീ എന്റെ മുകളിൽ നിന്നിട്ടാടാ കാമുകിയെ വിളിച്ച് സംസാരിച്ചത്. എന്റെ ഖബറിന്റെ മുകളിൽ ഇരുന്ന ചെടി തുള്ളിപ്പറിച്ചോണ്ടാ നീ കാമുകിയോട് സംസാരിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, നീ നാട്ടുകാരെ കുറിച്ച് പച്ചയിറച്ചി ചെയ്യുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാടാ. എന്റെ തനി സ്വഭാവം എന്താന്ന് ഞാൻ കാണിച്ചു തരാം, വാടാ എന്ന് ഖബർ നിന്നോട് പറയുന്നത് നീ കേൾക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം നിനക്കും കുഴിക്കപ്പെടും. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം ഖബർ കുഴിക്കും. നമ്മൾ എന്തായാലും ഒരു ദിവസം മരിക്കും. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നമ്മൾ മരിക്കുവോ? നിങ്ങൾ മിണ്ടരുത്. സബ് ജൂനിയർ വിഭാഗം ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്ന് വ്രതവാ, മിണ്ടോതിരുന്നോ? ഒറ്റ ആളും മിണ്ടരുത്, ഉറങ്ങിക്കോ. അവിടെ 3-4 നിന്ന് കിണിക്കുന്നുണ്ട്. അതിന്റെ തള്ളന്മാര് പിടിച്ചോ, ഇല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മരിക്കൂന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കും. നിങ്ങൾ പൊക്കിയാലും പൊക്കിയില്ലെങ്കിൽ ആര് പൊക്കും? നീ വേണമെങ്കിൽ പൊക്ക്, ഇല്ലെങ്കിൽ പൊക്കണ്ട. പക്ഷെ ആര് പൊക്കും? അള്ളാഹു ആണോടാ റൂഹ് പിടിക്കുന്നത്? ആര് പിടിക്കും? അസ്റായിൽ. ആ പേര് പറയാൻ തന്നെ പേടിയുണ്ട്. അള്ളാഹു കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആരെ അസ്റായിലിനെ കാണാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മക്കളെ പറയത്തുള്ളൂ, പുറകിരിക്കുന്ന ഒന്നും പറയൂല. കാരണം ഓനെന്താ അസ്റായിൽ? മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ അസ്റായിൽ. നിങ്ങൾ പറയൂല, പേടിയാ നമുക്ക്. നീ പേടിച്ചെന്ന് പറഞ്ഞ അസ്റായിൽ തിരിച്ചു പോകുമോ? അപ്പൊ അതുകൊണ്ട് നിങ്ങളും ഉണ്ടല്ലേ എന്നല്ലടാ ഞാൻ പറഞ്ഞത്. യുവന്മാരെ പൊക്കി ഏറ്റവും പുറകെ കൊണ്ടുവരണം. ആ ബിരിയാണി ചെമ്പിന്റെ സൈഡിൽ അതാകുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. പെണ്ണുങ്ങൾ എഴുന്നേറ്റ് തല്ലു കൊടുത്തോളൂ, മാതാപിതാക്കൾ എഴുന്നേറ്റ് പിടിച്ചോളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും നമ്മൾ ഒരു ദിവസം മരിക്കും. പക്ഷേ മരിക്കുമെന്ന് ഉറപ്പായിരിക്കും നിങ്ങൾക്കും. അതിന് യാതൊരു സംശയവുമില്ല. ജബ്ബാറിന് വരെ വിശ്വാസമുണ്ട് മരിക്കുമെന്ന്. അള്ളാഹു ഈമാൻ കൊടുക്കുമാറാകട്ടെ. ആരാ ജബ്ബാർ?
നിരീശ്വരവാദികളുടെ നേതാവായ ദൈവമില്ല എന്ന് പറയുന്നവന്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഉറപ്പാണ് മരിക്കുമെന്നുള്ള വിഷയത്തിൽ ലോകത്ത് ഒരാൾക്കും സംശയമില്ല. അപ്പൊ എന്തായാലും നമ്മൾ മരിക്കും. ഇങ്ങനെ നടന്നാൽ രക്ഷപ്പെടുവോ? ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഉമ്മമാരെ പിടിച്ച് സ്റ്റേജിൽ ഇരുത്തണം. നിങ്ങളൊക്കെ താഴെ ഇറങ്ങി. എന്നിട്ട് ഹത്തീബിന്റെ ചാരത്തിരുത്തിയാലേ റെഡിയാവത്തുള്ളൂ. മദ്രസയിലെ ഉസ്താദന്മാരുടെ കൂടെ ഇരുത്തണം. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും നമ്മൾ എല്ലാവരും ഒരു ദിവസം മരിക്കും. പക്ഷെ വെറുതെ മരിച്ചാ പോരാ. വെറുതെ മരിച്ചാ പോരാ. മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെക്കണം. വെറുതെ മരിച്ചാ പോരാ. മരിക്കുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് മരിച്ച മരണത്തിന് ശേഷമുള്ള ജീവിതം സന്തോഷമായിരിക്കും. 6 കാര്യങ്ങൾ ചെയ്യാതെ കയ്യും വീശി പോയാ നിന്റെ കാര്യം കട്ടപ്പുകയാ. അള്ളാഹു കാക്കുമാറാകട്ടെ. 6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ 6 കാര്യങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും. ചെയ്തില്ലയോ നിന്റെ കാര്യത്തിൽ തീരുമാനമായി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കസേര ഒഴിവുണ്ടോ? ഇപ്പൊ ഫ്രീ ആയിട്ട് കസേര അടക്കുന്നതിനൊന്ന് പൊക്കിക്കും. നിങ്ങളുടെ ആരുടെയെങ്കിലും ഇടയിൽ കസേര ഫ്രീ ആയിട്ട് കിടപ്പുണ്ടോ? ഒന്ന് പൊക്കിക്കപ്പോ. ആ ചങ്ങായിമാർക്ക് കൊടുത്ത റോഡിലൊക്കെ നിൽക്കണതും ഒന്ന് സംഘാടകരാരെങ്കിലും ആ കസേര ഒന്ന് അവർക്ക് അൽഹംദുലില്ലാ കാല് വെക്കുന്നത് അങ്ങ് ഒഴിവാക്കിയാൽ മതിയല്ലോ. നീ മോനെ നീ അതിൽ തന്നെ ഇരുന്നു. വേണ്ട, നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതിലെ ഓടിക്കളയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അപ്പം മരിക്കുമ്പോ വെറുതെ മരിച്ചാ പോരാ. മരിക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ 6 കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് മരിക്കണം. എങ്കിലേ രക്ഷപ്പെടാൻ പറ്റൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇവിടെ മയ്യത്ത് കബറടക്കലുണ്ടോ? ഇവിടെ ഉണ്ടില്ല. ഇവിടെ പള്ളിപ്പറമ്പ് എവിടെ? ബാക്കില്ല. ലൈറ്റൊക്കെ ഉണ്ടോ? ഇരുട്ടായില്ലേ? ലൈറ്റ് എന്തിനാപ്പാ? പള്ളിക്കാടെന്ന് പറഞ്ഞാൽ ഇരുട്ടായിരിക്കണം. അത് തന്നെ പള്ളിക്കാടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇരുട്ട്. പോവാൻ പേടിയാ നമുക്കൊക്കെ. ഇപ്പം പറ്റുമോ? പള്ളിപ്പറമ്പിലേക്ക് നമുക്ക് പോകാൻ തന്നെ പേടിയാ. പകല് പോലും നമ്മൾ പോകൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ 6 കാര്യങ്ങൾ ചെയ്തിട്ട് വേണം 6 കാര്യങ്ങൾ ചെയ്തിട്ട് വേണം പള്ളിപ്പറമ്പിലേക്ക് പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, 6 കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് വേണം നിങ്ങൾ പള്ളിപ്പറമ്പിലേക്ക് പോകേണ്ടത്, അസ്റായിലിനെ കാണേണ്ടത്. അല്ലാതെ വെറുതെ പോയി കഴിഞ്ഞാ നിന്റെ കാര്യം വല്ലാത്ത കഷ്ടമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് ഒന്നാമതായി പറയുകയാ, നിങ്ങളെ നല്ലതുപോലെ കേട്ടോ, കളിയും തമാശയുമായിട്ട് നിങ്ങൾ ഈ വിഷയത്തെ കാണരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്തായാലും ഒരു ദിവസം നിങ്ങളെ തേടി മരണം വരുമല്ലോ. മരണമുണ്ടെന്ന് പറഞ്ഞത് ആരെന്നറിയുമോ? അല്ലാഹു തന്നെയാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. മരണമുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ്, വെറുതെ മരിച്ചാ പോരാ, വെറുതെ മരിച്ചാ പോരാ. പിന്നെ എങ്ങനെ മരിക്കണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വെറുതെ മരിച്ചാ പോരാ, പെങ്ങളെ വെറുതെ മരിച്ചാ പോരാ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീ മുസ്ലിമായിട്ടേ മരിക്കാവോ, നീ മുഅ്മിനായിട്ടേ മരിക്കാവോ. അതാ നിന്റെ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിക്കുകയാണ്. അവസാനം നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വന്നു. ആ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയം അവസാനമായിട്ട് നീ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്
മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട് ഈ അവസാനമായിട്ട് പറയേണ്ട വാചകമേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കാവോ? വെറുതെ മരിക്കല്ലേ, വെറുതെ മരിക്കല്ലേ. നീ ശഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവോ? അത് പറഞ്ഞാ നീ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അത് പറഞ്ഞിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖസിക അനിന്നാർ വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അവനാണ് വിജയിച്ചവൻ, അവനാണ് വിജയിച്ചവൻ. എടാ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുമ്പോ ഇവിടെ വിജയിച്ചിട്ട് കാര്യമില്ല, ഇവിടെ നാട്ടുകാര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ടത് എപ്പോഴെന്നറിയുമോ? എവിടെയാണ് വിജയിക്കേണ്ടതെന്നറിയുമോ? കഴിയുമെങ്കിൽ നീ തെളിയിച്ച് കാണിക്ക്. വിജയിക്കാൻ കഴിയുമെങ്കിൽ നീ വിജയിച്ച് കാണിക്ക്. എപ്പോഴാ വിജയിക്കേണ്ടതെന്നറിയോ? ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം പറയുന്ന, ഏത് പാതിരാത്രി വിളിച്ചു ചോദിച്ചാൽ, ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. ഏത് മുതുകുടിയന് പോലും പറയാൻ അറിയുമല്ലോ. നിസ്കരിക്കാൻ അറിയാത്തവനും ഖുർആൻ ഓതാൻ അറിയാത്തവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അറിയുമല്ലോ. ഈ പറയാൻ അറിയുന്ന നിന്റെ ജീവിതത്തിൽ നല്ല ഓർമ്മയുള്ള ഈ ദിക്ർ നിന്റെ നാവ് കൊണ്ട് അവസാനമായിട്ട് ഒരേ ഒരു പ്രാവശ്യം നീ പറഞ്ഞാൽ നീ രക്ഷപ്പെട്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മരിക്കുമ്പോ വെറുതെ മരിച്ചാ പോരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ട് മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത് പറയുമ്പോ എന്റെ മുന്നിലിരിക്കണ വാപ്പ ചിന്തിക്കുക, ഇത്രയേ ഉള്ളൂ. കാരണം നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ട്, സദക്ക കൊടുത്തവന് സ്വർഗമുണ്ട്, പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും സ്വർഗമുണ്ട്, ഉണ്ടെന്നാ പറഞ്ഞു. സ്വർഗമുണ്ടെന്നാ പറഞ്ഞു. എന്നാൽ ഒരാൾ മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറഞ്ഞു മരിച്ച അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു, ഉറപ്പായി കഴിഞ്ഞു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇത് പറയുമ്പോ നമ്മളിൽ പലരും വിചാരിക്കണത് ഇത്രയേ ഉള്ളൂ, നമ്മളെ കൊണ്ട് പറ്റും ഇല്ലേ? ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്റ. ഉസ്താദേ എത്ര വട്ടം പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങൾ ഇപ്പോഴും പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. ഞാനെങ്കിലും ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഇത്ര പറയാൻ എളുപ്പമാണെങ്കിൽ എന്തിനാ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇത് ഓർമ്മിപ്പിക്കുന്നത്? ഒരാള് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ആ മനുഷ്യന്റെ ചാരത്ത് പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണം. ആര്? ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആള്. ഏറ്റവും കൂടുതൽ മക്കളിൽ ആരെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവര് വേണം പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് മുത്തുനബി പറഞ്ഞു, ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു. എന്തിനാ ഓർമ്മിപ്പിക്കണം? നിനക്ക് അറിയണ ദിക്റല്ലേ? നമ്മളൊക്കെ വല്ലപ്പോഴും പള്ളിയിൽ വന്നിട്ട് കാക്ക കൊത്തണ പോലെ കൊത്തിയിട്ട് ഇറങ്ങി ഓടണ നമ്മൾ വിചാരിച്ചിരിക്കണത് പറ്റുമല്ല, താടി ഇങ്ങനെ പിടിച്ചു വലിക്കുക പറ്റും. പടച്ചവനെ താടിയുണ്ട്, തഴമ്പുണ്ട്, ഹജ്ജിന് പോയിട്ടുണ്ട്, ഉംറയ്ക്ക് പോയിട്ടുണ്ട്, പള്ളിയിലെ ഇമാമാണ്, പ്രവാചകനാണ്, കമ്മറ്റിക്കാരനാണ്, കാരുണ്യ പ്രവർത്തനം നടത്തുന്നവനാണ്, കയ്യിൽ ലായിലായില്ല അടിച്ചു നടക്കുന്ന താത്തായാണ്. എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് നമ്മളങ്ങ് ഉറപ്പിച്ചിരിക്കാൻ നമ്മൾ ഈമാനോട് കൂടിയ മരിക്കൂ എന്ന് ആരാ പറഞ്ഞേ? അള്ളാന്റെ ഖുർആൻ ഒന്നും എടുത്തു നോക്കാത്തതിന്റെ സഹോദര, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, കൊച്ചാപ്പാടെ പേരല്ല ഞാൻ പറഞ്ഞത്, ഒരു നബിയുടെ പേരാ പറഞ്ഞത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹനെ ആരാധിക്കാൻ ഒരു പള്ളി കെട്ടി, കഅബാലയം. അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി പരിശുദ്ധമായ ഒരു കഅബാലയം, ഒരു പള്ളി കെട്ടി. ലോകത്തെ ആദ്യത്തെ പള്ളി, അതും അള്ളാന്റെ അർശിന്റെ നേരെ താഴെ.
ഒരു പള്ളി കെട്ടുന്നതിനേക്കാളും വലിയ പുണ്യമില്ല. പള്ളിയുടെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ വിളിച്ചു. എന്നിട്ട് വാപ്പയും മകനും കൂടെ പള്ളി കെട്ടിക്കൊടുത്തിട്ട് അള്ളാഹുവിനോട് പറയുകയാ, അള്ളാഹുവെ നീ ഇത് സ്വീകരിക്കണേ അള്ളാഹുവെ, ഒരു പള്ളി കെട്ടി പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ. രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയോ? അല്ലാ നീ ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാ. ഇബ്രാഹിം നബിക്ക് ആ ഉറപ്പില്ലായിരുന്നു. കഅബാലയത്തിൽ ചെല്ലുമ്പോ ഇബ്രാഹിം നബിയെ എന്തൊക്കെ ഇബ്രാഹിം നബി നമുക്ക് മറക്കാൻ പറ്റുമോ? ആ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും അള്ളാഹുവിനോട് പറയുകയാ, അല്ലാ പടച്ചവരെ ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാ. ആമീൻ പറയണ ആരാ? ആമീൻ പറയുന്നത് ആരാ? പ്രസവിച്ച ഉടനെ ചോര കുഞ്ഞുമായി കിടക്കുന്ന ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, ഹാജറ ഒരുങ്ങ്, മകനെ എടുത്തോളാൻ പറഞ്ഞു. മകനെയും ഭാര്യയെയും വിളിച്ചുകൊണ്ട് സഫാ മർവ എന്ന് പറയുന്ന രണ്ട് മലകൾക്ക് നടുവിൽ പോയിട്ട് ഒരു മനുഷ്യൻ, ഒരു പറവ പോലും ഇല്ലാത്ത ആ മരുഭൂമി എന്ന് പറയുന്ന കൊടും കാട്ടിൽ കൊണ്ടുപോയിട്ട് പ്രസവിച്ച ഭാര്യയെയും ചോര കുഞ്ഞിനെയും ഇറക്കി വിട്ടിട്ട് കഴിക്കാനുള്ള ഈത്തപ്പഴവും വെള്ളവും കൊടുത്തിട്ട് ഇബ്രാഹിം നബി അങ്ങ് പോയി. ഭാര്യ ചോദിച്ചു, നിങ്ങൾ എവിടെ പോവാ? ഒന്നും മിണ്ടണില്ല. അവസാനം ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നിങ്ങളുടെ തീരുമാനമാണോ അതോ അള്ളാഹുടെ തീരുമാനം? അള്ളാഹുടെ തീരുമാനം. എന്നാ പൊക്കോ. അതാ പെണ്ണ്. ഭർത്താവ് മരിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് നെഞ്ചു തടിക്കലല്ല. ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, അള്ളാഹുടെ തീരുമാനമാണോ നിങ്ങളുടെ തീരുമാനമാണോ? അള്ളാഹുടെ തീരുമാനം. എന്നാ പിന്നെ ധൈര്യമായിട്ട് പൊക്കോ, തിരിഞ്ഞു പോലും നോക്കണ്ട, റബ്ബ് നോക്കിക്കൊള്ളും. പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി തിരിച്ചു വന്നു മോനെ കാണാൻ. മകനെ കാണാമെന്നും മകനോട് സ്നേഹം, ചരിത്രം പറയുന്നു തന്റെ മകനോട് വല്ലാത്ത സ്നേഹം. എവിടെ പോയാലും വാപ്പയുടെ കൈ പിടിച്ചിട്ട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും നടക്കും, വാപ്പയും മോനും. അപ്പൊ മകനോടുള്ള സ്നേഹം കൂടിയപ്പോ അള്ളാഹ് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തു. അവിടെ നറുത്തു കൊടുക്കാൻ പറഞ്ഞു. ഒരു ദിവസം 11 വയസ്സ് പ്രായമുണ്ട് ഇസ്മായിൽ നബിക്ക്. ഇസ്മായിൽ നബിക്ക് 11 വയസ്സ് പ്രായമുള്ളപ്പോ ഒരു ദിവസം രാവിലെ വാപ്പ വന്നിട്ട് മോനോട് ചോദിക്കുക, മോനെ, അവിടെ നിന്ന് ഖുർആൻ പറയുന്നുണ്ട്, മകനോട് ചോദിച്ചു, മോനെ വാപ്പ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, മോനെ അറുത്തു കൊടുക്കാൻ അള്ളാഹ് പറഞ്ഞിരിക്കുകയാ, എന്താ മോന്റെ അഭിപ്രായം? 55 വയസ്സുകാരനോടല്ല ചോദിച്ചത്, 11 വയസ്സുള്ള ഒരു മകനോട്. എന്താ മോനെ നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കണ്ണ് തെള്ളിപ്പോയി മോന്റെ മറുപടി കേട്ടിട്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞത്, വാപ്പാ എന്താണോ ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹ്. അല്ലാഹ് എന്താണോ പറയണേ ചെയ്തേക്ക്. അല്ലാഹ് എന്താണോ പറഞ്ഞത് വാപ്പ അനുസരിച്ചോ ചെയ്തോ. ഇതാ മകൻ, നിങ്ങൾ പഠിക്കുക. നമ്മുടെ മക്കളും നമ്മൾ പഠിക്കേണ്ട മക്കളെ വളർത്തേണ്ടത് ഇങ്ങനെ. ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹ്. അപ്പ അറക്കാൻ പറഞ്ഞ അറുത്തു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുടെ കാര്യം തീരുമാനം ഇൻഷാ അല്ലാഹ്, അറുത്തു കൊടുക്ക്. വാപ്പായും മകനും കൂടെ കുളിച്ചൊരുങ്ങി പുതിയ വസ്ത്രവും ധരിച്ചിട്ട് അറക്കാൻ പോവാ. അറക്കാൻ പോകുന്ന വഴിയിൽ മകൻ വാപ്പായോട് പറഞ്ഞു കൊടുക്ക, ഉപ്പ അറുക്കുന്ന സമയത്ത് എന്റെ കൈയും എന്റെ മുഖം എന്റെ കഴുത്ത് തിരിച്ചു വെക്കണം. വാപ്പ എന്നെ അറുക്കുന്ന സമയം എന്റെ മുഖം തിരിച്ചു വെച്ചിട്ട് വേണം അറുക്കാൻ. അതെന്തേ മോനെ? ഉപ്പാൻ എന്റെ മുഖം കണ്ട അറക്കാൻ പറ്റൂല, എന്റെ മുഖം കണ്ട എന്റെ ഉപ്പാൻ അറക്കാൻ പറ്റൂല, അതുകൊണ്ട് എന്റെ മുഖം തിരിച്ചിട്ടിട്ട് വേണം വാപ്പച്ചി അറക്കാൻ. ഇസ്മായിൽ നബി പറയുകയാ, എന്റെ കയ്യും കാലും കെട്ടണേ വാപ്പ. എന്തിനാ മോനെ? ഉപ്പ കഴുത്തിൽ കത്തി വെച്ചിട്ട് അറുക്കുമ്പോ എനിക്ക് വേദനിക്കാതെ ഞാൻ പിടഞ്ഞ ഉപ്പാടെ കൈ വിറയ്ക്കും. ഞാൻ കൈകാലിട്ട് അടിച്ച ഉപ്പയ്ക്ക് അറക്കാൻ പറ്റൂല, അതുകൊണ്ട് എന്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് വേണം ഉപ്പച്ചി അറക്കാൻ. ഇസ്മായിൽ നബി പറഞ്ഞു കൊടുക്കുന്നു, വാപ്പ എന്റെ ഉടുപ്പ് ഊരണേ, എന്റെ വസ്ത്രം ഊരിയിട്ട് വേണം അറക്കാൻ. എന്തിനാ മോനെ? ഉമ്മ കുളിപ്പിച്ചിട്ട വസ്ത്രമല്ലേ, ഇതിനകത്ത് ബ്ലഡ് പറ്റിയ എന്റെ ഉമ്മയ്ക്ക് സഹിക്കൂല. എന്റെ ഉമ്മ ഈ പുതിയ ഉടുപ്പിനകത്ത് ബ്ലഡ് പറ്റിയിട്ട് ഉമ്മ കണ്ട ഉമ്മയ്ക്ക് വേദനയാ. നാലാമത് പറയുന്നു, വാപ്പാ എന്നെ കുളിപ്പിച്ചു ഒരുക്കി വിട്ട ഉമ്മാനോട് പറയണം സ്വർഗത്തിൽ വെച്ച് കാണാന്ന് ഞാൻ പറഞ്ഞു. അള്ളാന്റെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു എന്ന് പറയണമെന്ന് പറഞ്ഞ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഈ മകനും കൂടെ ആയിരുന്നു ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള മരണം തരണേ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
ഖുർആനിന്റെ മറ്റൊരു ഭാഗം നോക്കി. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കേറുമ്പോ യൂസുഫ് നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസ്. പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, അവിടെന്ന് മൂസ ഈസ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ. യൂസുഫ് നബി ദുആ ചെയ്യുകയാ. യൂസുഫ് നബി കുറപ്പില്ലായിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, രണ്ട് പിതാക്കന്മാര്, രണ്ട് പ്രവാചകന്മാര് തന്റെ മക്കളോട് വസിയത്ത് ചെയ്യുകയാ. വവസാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയാക്കൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, മുസ്ലിമായിട്ടേ മരിക്കാവോ, മുസ്ലിമായിട്ടേ മരിക്കാവോ. അവർ കുറപ്പില്ലായിരുന്ന സഹോദരാ. എന്തിനാ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, അതിരാത്രി സുജൂദിൽ കിടന്ന് കരയുകയാണ്. ആയിഷാ ബീബി റളിയല്ലാഹു തആല പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ കരയുന്ന കരച്ചിൽ കേട്ടിട്ട് ഞെട്ടിയുണരുകയാണ്. എന്തിനാ മുത്തുനബി കരയുന്നത്? ആയിഷാ ബീബി റളിയല്ലാഹു തആല നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുകയാ. എന്തോ പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്, എന്തോ പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്. അല്ലാഹുവേ, ആയിഷാ ബീബി അടുത്തേക്ക് ചെല്ലുകയാ. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ അടുത്തേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്ത് പറഞ്ഞിട്ടെന്നറിയോ? യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ആയിഷാ ബീവി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉറപ്പില്ലേ നബിയേ, അങ്ങയ്ക്കും ഉറപ്പില്ലേ നബിയേ, ഈമാനോട് കൂടി മരിക്കുമെന്ന് ഉറപ്പില്ലേ നബിയേ? ആയിഷാ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? നൂലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാ. കാറ്റടിച്ചാൽ എങ്ങോട്ട് വേണമെങ്കിലും പറക്കുമല്ലോ, എങ്ങോട്ട് വേണമെങ്കിലും പറക്കാമല്ലോ. എന്താ ചിന്തിക്കാത്തത്? ഒരുപാട് ചരിത്രങ്ങൾ പഠിച്ചവനല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നല്ലോ. ജീവിച്ചിരുന്ന കാലം മുഴുവനും മുസ്ലിമായി ജീവിച്ചിട്ട് അവസാനം കാഫിറായി ചത്തുപോയ എത്ര പേരുണ്ട് ചെറുപ്പക്കാരാ? മുസ്ലിമായി ജീവിച്ച് അവസാനം കാഫിറായിട്ട് മരിച്ചുപോയി എത്ര പേരുടെ ചരിത്രം നിനക്ക് വേണം? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്രയോ പേര് അല്ലാഹുവിനെ മറന്ന് നടന്നിട്ട് അവസാനം മരിക്കുമ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഈമാനോടുകൂടി മരിച്ച എത്ര പേരുണ്ട്? എന്തേ പഠിക്കാത്തെ? എന്ത് ഞാനും നിങ്ങൾ മനസ്സിലാക്കാത്ത? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ ചരിത്രം നമുക്കറിയാം. അസ്വഹാബി കന്നുജൂം, ഏത് സഹാബത്തിനെ പിൻപറ്റിയാലും സ്വർഗ്ഗത്തിൽ പോകുമെന്ന. അപ്പൊ അങ്ങനെയുള്ള സ്വഹാബികളിൽപ്പെട്ട സ്വഹാബിയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബി അൽഖമർ റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിൽ പിടിച്ചു മുസാഫഹത്ത് ചെയ്തു. പ്രവാചകന്റെ പുറകിൽ നിന്ന് നിസ്കരിച്ചു. പ്രവാചകൻ വഅ്ള് പറയുന്നത് കേട്ടു. പ്രവാചകൻ ദുആ ചെയ്യുമ്പോ ആമീൻ പറഞ്ഞ സഹാബിയ സഅലബ. പള്ളിയുടെ മാടപ്രാവെന്ന ഇരട്ടപ്പേരെന്നല്ല വിളിപ്പേര്. സ്വഹാബികൾ വിളിച്ചിരുന്നു പള്ളിയുടെ മാടപ്രാവ്. അങ്ങനത്തെ സഹാബി. ഈ സഹാബി അവസാനം മരിച്ചത് കാഫിറിനെ പോലെ ചത്തുപോയി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ മോശമായ രീതിയിൽ മരിച്ചുപോയി എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഒരു മനുഷ്യന്റെ, ഒരു മഹാനിന്റെ ചരിത്രം പറയുന്നു. വല്ലാഹുബിന് ബാവൂറ സാധാരണ ആളൊന്നുമല്ല. അള്ളാഹുവെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന അർശ് നോക്കി പാഠമെടുക്കുന്ന ആൾ, അസ്മാഉൽ ഹുസ്ന കാണാതെ പറയാൻ അറിയുന്ന ആൾ, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ദുആ സ്വീകരിക്കുന്ന മഹാൻ പട്ടിയെ പോലെ ചത്തുപോയത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, എപ്പോഴാണ് മനുഷ്യന്റെ മനസ്സു മാറുന്നതെന്നറിയില്ല. കടം കേറി 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 തൂങ്ങുന്നവരുണ്ട്. രോഗം വന്നിട്ട് മനസ്സമാധാനമില്ലാതെ ചാവുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരെയും എന്നാൽ അള്ളാഹുവിനെ മറന്ന് കമല സുരയ്യ എന്ന് പറയുന്ന, മാധവിക്കുട്ടി എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, നമുക്കൊക്കെ അറിയാം. അവരുടെ കഥകളും അവരുടെ നോവലുകളും വായിച്ച നാണം തോന്നും. കാരണം അത്രയ്ക്കും സെക്സ് രീതിയിലാണ് അവർ കഥ എഴുതുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ ദീനിലേക്ക് പരിഭാഷ വായിച്ചവർ കടന്നു വന്നു. ഇന്നും പാളയം പള്ളിയിൽ പോകുമ്പോൾ കാണാം അവരുടെ കബറിടം. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കുമാറാകട്ടെ. ഇതുപോലെ എത്രയെത്രയോ പേര് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാക്ഷികളായി. ഞാൻ പറഞ്ഞു വന്നത്, ഈമാനോടുകൂടിയേ മരിക്കൂ എന്ന് ഈ തഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തഴമ്പുള്ളതിന്റെ പേരിൽ, താടിയുള്ളതിന്റെ പേരിൽ ഇങ്ങനെ മരിക്കൂ എന്ന് ഉറപ്പിക്കരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ വല്ലാത്ത പ്രയാസമാ. ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ വല്ലാത്ത പ്രയാസമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈമാനുള്ള മരണം കിട്ടണമെങ്കിൽ വല്ലാത്ത കഷ്ടപ്പാടാ സഹോദരാ. ഈമാനുള്ള മരണം കിട്ടണമെങ്കിൽ വല്ലാത്ത കഷ്ടപ്പാടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഈമാനോടുകൂടിയുള്ളവര് നല്ല മരണം വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്. അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കൂ. അല്ലാഹു പറയുന്നതനുസരിച്ചുകൊണ്ട് ജീവിക്കൂ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കല്ലോ. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കല്ലോ. അല്ലാഹു പറയുകയാണ്, ഈമാനുള്ളവര് മരണം വേണോ? അതിനുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നിനക്ക് നമസ്കരിക്കാൻ കഴിയുമോ? പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കാൻ കഴിയുമോ? പെങ്ങളെ കഴിയുമോ? പൊന്നുമോളെ 5 വഖത്ത് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ വീടിന്റെ അകത്ത് നിസ്കരിക്കാൻ കഴിയുമോ? അങ്ങനെ നീ നിസ്കരിച്ചാ വല്ലാഖിബത്തുൽ തഖ്വാ, അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് വിശുദ്ധ ഖുർആൻ.